കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂർണ്ണമായും തൂത്തെറിയപ്പെട്ട ബി.ജെ.പി. തിരിച്ചു വരാനാകാതെ നട്ടം തിരിയുകയാണ്. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി. നേതൃത്വം നൽകുന്ന സഖ്യം സർക്കാർ രൂപവൽക്കരിക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ട് 2 മാസം തികഞ്ഞിട്ടില്ല. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ അമിത്ഷായുടെ പ്രഖ്യാപനത്തിന് കടകവിരുദ്ധമാണ്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്ന് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം പ്രഖ്യാപിച്ചു. ഇതോടെ തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ആകെ ഉണ്ടായിരുന്ന പിടിവള്ളി കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭാവിയിൽ ഏത് മുന്നണിയിൽ ചേരണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും അതിനു മുന്നോടിയായി ഒ പനീർശെൽവം തമിഴ്നാട് ഒട്ടുക്കും പ്രചരണം നടത്തുമെന്നും OPS നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം OPSും മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കാഴ്ചകൾ നടന്നിട്ടുണ്ട് എന്ന് വാർത്തകൾ ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മുന്നിൽ നിൽക്കെ ഒ പനീർശെൽവത്തിന്റെ ഇറങ്ങിപ്പോക്ക് ബി.ജെ.പി. ക്യാമ്പിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകവുമായി സഖ്യമുണ്ടാക്കാനാണ് OPS ശ്രമിക്കുന്നത് എന്ന അഭ്യൂഹങ്ങൾ ബി.ജെ.പി. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിട്ടുള്ളത്. ദ്രാവിഡ മണ്ണിൽ ബി.ജെ.പിക്ക് കാര്യങ്ങൾ തീരെ അനുകൂലമല്ല. തമിഴ്നാട്ടിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ബി.ജെ.പി. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന അണ്ണാമലൈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോലും ആകാതെ പരാജയം ഏറ്റുവാങ്ങി നാണക്കേടിന്റെ പടുകുഴിയിൽ വീണ കാഴ്ച രാജ്യം കണ്ടതാണ്. ആ നാണക്കേട് മാറ്റാനായി ബി.ജെ.പി. നടത്തിയ എമർജൻസി ഓപ്പറേഷനായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ അണ്ണാമലയെ മാറ്റി എൻ നാഗേന്ദ്രനെ കൊണ്ടുവന്നത്. എന്നാൽ ആ മാറ്റം തമിഴ്നാട് സംസ്ഥാന ബി.ജെ.പിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നല്ലാതെ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. എൻ നാഗേന്ദ്രന് ചുമതല നൽകിയതിനു ശേഷം 2 തവണയാണ് അമിത്ഷാ തമിഴ്നാട് സന്ദർശിച്ചത്. എന്നാൽ ഈ സന്ദർശനങ്ങൾക്കും തമിഴ് രാഷ്ട്രീയത്തിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കാനായിട്ടില്ല. 2026 കേരള തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് ബി.ജെ.പി. പൂർണ്ണമായും ഔട്ടായി എന്നതാണ് നിലവിലെ സ്ഥിതി. ഉയർത്തിക്കാട്ടാൻ നല്ലൊരു നേതൃത്വമോ മുഖമോ ഇല്ലാതെ ഇരു സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. പതറുകയാണ്. തമിഴ്നാട്ടിൽ ബി.ജെ.പി. കണ്ടുവന്ന സ്വപ്നങ്ങൾക്കെല്ലാം പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ടായിരുന്നു സിനിമാ താരം വിജയ് തമിഴ്നാട് വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത്. അണ്ണാ DMK ദുർബലമായ രാഷ്ട്രീയ സ്പേസിലേക്ക് കടന്നു വരാമെന്ന് ബി.ജെ.പിയുടെ പ്ലാൻ വിജയുടെ രാഷ്ട്രീയ കക്ഷിയുടെ വരവോടെ പൂർണ്ണമായും ഇല്ലാതായി. ശക്തമായ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടിയായി വിജയുടെ TVK ഉയർന്നു വന്നതോടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഗോതയിൽ ബി.ജെ.പി. മെനഞ്ഞ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം പഴങ്കഥയായി. രാഹുൽ ഗാന്ധിയോട് പലപ്പോഴായി താല്പര്യം കാണിച്ചു പോന്നിട്ടുള്ള എന്നും ശക്തമായ ഭാഷയിൽ ബി.ജെ.പി. എതിർത്തിട്ടുള്ള വിജയ് ഒരു പുതിയ പാർട്ടിയുമായി വരുമ്പോൾ അവിടെ സഖ്യസാധ്യതയെപ്പറ്റി ചിന്തിക്കാൻ പോലും ബി.ജെ.പിക്ക് കഴിയുകയില്ല. 2026 ബി.ജെ.പി. സഖ്യം തമിഴ്നാട് ഭരിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ തമിഴ്നാട് ബി.ജെ.പി. പോലും കാര്യമായി എടുത്തിട്ടില്ല. പ്രധാന മത്സരം മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകവും തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയുടെ പാർട്ടി തമിഴ് വെട്രി കഴകവും തമ്മിലാകുമ്പോൾ 3ാം സ്ഥാനത്തിനു വേണ്ടി അണ്ണാ DMKയുമായി മത്സരിച്ച് പരാജയപ്പെടാമെന്നല്ലാതെ മറ്റൊന്നും തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ചെയ്യാനില്ല. പനീർശെൽവത്തിന്റെ പടിയിറക്കം കൂടിയാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു: ദക്ഷിണേന്ത്യയിൽ കാലുറപ്പിക്കാമെന്ന ബി.ജെ.പി. സ്വപ്നം ഇക്കുറിയും നടക്കാൻ പോകുന്നില്ല. സംസ്ഥാനം രൂപീകൃതമായതു മുതൽ ഇങ്ങോട്ട് കൃത്യമായി സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർത്തു വന്ന ചരിത്രമാണ് തമിഴ്നാടിനുള്ളത്. കേന്ദ്രത്തിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നിട്ടും ആ രാഷ്ട്രീയത്തിൽ നിന്ന് തമിഴ്നാട് പിന്നോട്ട് പോയിട്ടില്ല. നിലവിൽ പ്രതിപക്ഷം മുഴുവൻ ഇന്ത്യ മുന്നണിക്ക് കീഴിൽ ശക്തമായി പ്രവർത്തിക്കുന്നതും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും സഭയ്ക്കകത്തും പുറത്തും ശക്തമായ രാഷ്ട്രീയം പറഞ്ഞ് സംഘപരിവാറിനെ നേരിടുന്നതും തമിഴ്നാട് രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ദുർബലമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബി.ജെ.പി. കണ്ട ഏതെങ്കിലുമൊക്കെ സ്വപ്നം തമിഴ്നാട്ടിൽ പച്ചപിടിച്ചിരുന്നേനെ. എന്നാൽ നിലവിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അത് തങ്ങളുടെ ശബ്ദമായി തമിഴ്നാടിന് തോന്നുന്നതിൽ അത്ഭുതമില്ല. ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രീയമായി തമിഴ്നാട്ടിൽ വളരെ പ്രതിസന്ധിയിലാണ് ബി.ജെ.പി. നിൽക്കുന്നത്. അതിന് ആക്കം കൂട്ടുന്ന രീതിയിൽ മുൻ മുഖ്യമന്ത്രി പനീർശെൽവത്തെ പോലെയുള്ള നേതാക്കൾ NDA വിടുന്നത് ബി.ജെ.പിയുടെ തമിഴ്നാടൻ സ്വപ്നങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനം, ഇന്ത്യൻ സൂപ്പർ താരം വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കടന്നുവരവ്, സംസ്ഥാന ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ തമിഴ്നാട് NDA മുന്നണിയിൽ നിന്ന് പ്രബല പാർട്ടികളും നേതാക്കളും കൊഴിഞ്ഞു പോകുമ്പോൾ 2026 ഉയർത്തിക്കാട്ടാൻ ഒരു നല്ല മുഖം പോലും ഇല്ലാതെ ബി.ജെ.പി. തെരഞ്ഞെടുപ്പിന് മുന്നേ തോൽവി സമ്മതിക്കേണ്ട സാഹചര്യമാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തും വേരുറപ്പിക്കാനാകുന്നില്ല എന്നത് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ NDAയും ബി.ജെ.പിയും ദുർബലമാകുമ്പോൾ
അത് ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ചെറിയ രീതിയിലല്ല സഹായിക്കുന്നത്. വരാൻ പോകുന്ന പ്രധാന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഭരണത്തിൽ നിന്ന് BJPയെ മാറ്റി നിർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞാൽ 2029 ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ എന്നത് വളരെ എളുപ്പം സാധ്യമാകുന്ന ഒരു ലക്ഷ്യമായി മാറും. അതിനാൽ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ BJP ഇതര എല്ലാ കക്ഷികളെയും തങ്ങൾക്കൊപ്പം നിർത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ തന്നെയായിരിക്കും ഇന്ത്യ മുന്നണി ഇനി ശ്രമിക്കുന്നത്. മറുഭാഗത്ത് ഇതുവരെ BJPക്ക് കടക്കാൻ കഴിയാത്ത തമിഴ്നാട് എന്ന കടമ്പ ഇനിയും അങ്ങനെ തന്നെ തുടർന്നാൽ അത് സംസ്ഥാന BJPയിലും കേന്ദ്ര നേതൃത്വത്തിലും ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ആഘാതങ്ങളാണ്. വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലും തമിഴ്നാട്ടിലും വമ്പൻ പരാജയം ഏറ്റുവാങ്ങുക എന്നത് BJPക്ക് ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല. 2026 ഇനി എത്ര വലിയ അത്ഭുതം സംഭവിച്ചാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP ഏതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പനീർശെൽവം ഇറങ്ങിപ്പോകുന്നത്. ഭരണം നേടാനല്ല, നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയാകും BJP ഇനി തമിഴ്നാട്ടിൽ മത്സരിക്കുക എന്നാണ് ചുരുക്കം.